ഇംഗ്ലണ്ടിലെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായ NHS ട്രസ്റ്റുകളെ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് റാങ്കിംഗ് ചെയ്തിരിക്കുകയാണ്. അർജന്റ് ആൻഡ് എമർജൻസി കെയർ കൊടുക്കുന്ന സമയം, കൂടാതെ തന്നെ ഓപ്പറേഷനുകൾക്ക് വേണ്ടി എടുക്കുന്ന സമയം, ഹോസ്പിറ്റലുകൾ നൽകുന്ന മെന്റൽ കെയർ സപ്പോർട്ട് എന്നീ ക്രൈറ്റീരിയകളെ ആസ്പദമാക്കിയിട്ടാണ് ഈ റാങ്കിങ്ങിൽ ഹോസ്പിറ്റലുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന NHS ട്രസ്റ്റുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും നിക്ഷേപവും നൽകാനും, അതേസമയം ടേബിളിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ഹോസ്പിറ്റലുകൾക്ക് ലക്ഷ്യബോധമുള്ള പിന്തുണയും നൽകാനുമാണ് NHS ഇംഗ്ലണ്ടിന്റെ തീരുമാനം. ട്രസ്റ്റുകളെ അക്യൂട്ട്, നോൺ അക്യൂട്ട്, ആംബുലൻസ് ട്രസ്റ്റ് എന്നീ കാറ്റഗറിയിൽ പെടുത്തിയിട്ടാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. ആരോഗ്യ സേവന രംഗത്തെ പരിഷ്കരിക്കാനുള്ള ലേബർ സർക്കാരിന്റെ 10 വർഷ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പോയിന്റ് ടേബിൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന NHS ട്രസ്റ്റുകൾക്ക് പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സേവനങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ സ്വാതന്ത്ര്യം നൽകും. കൂടാതെ റാങ്കിങ്ങിൽ മധ്യനിരയിലുള്ള NHS ട്രസ്റ്റുകൾക്ക് മികച്ച ട്രസ്റ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കും. അതേസമയം കുറഞ്ഞ സ്കോറുള്ള NHS ട്രസ്റ്റുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട പിന്തുണ ലഭിക്കും. ട്രസ്റ്റുകൾ നിരന്തരം പരാജയപ്പെടുകയാണെങ്കിൽ മുതിർന്ന മാനേജർമാരുടെ ശമ്പളം ഡോക്ക് ചെയ്യപ്പെടുന്നതാണെന്നും DHSC പറഞ്ഞു. ഓരോ 3 മാസത്തിലും പുതിയ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്കിങ്ങിൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളാണ് ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. റാങ്കിങ്ങിലെ 1-ാം സ്ഥാനം ലണ്ടനിലുള്ള മൂർഫീൽഡ് ഐ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിനാണ്. റോയൽ നാഷണൽ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ 2-ാം സ്ഥാനവും, മാഞ്ചസ്റ്ററിലുള്ള ദ ക്രിസ്റ്റി ക്യാൻസർ ഹോസ്പിറ്റൽ 3-ാം സ്ഥാനത്തും, ലിവർപൂൾ ഹാർട്ട് ആൻഡ് ചെസ്റ്റ് ഹോസ്പിറ്റൽ 4-ാം സ്ഥാനത്തും, റോയൽ പേപ്വർത്ത് ഹോസ്പിറ്റൽ 5-ാം സ്ഥാനത്തുമാണ്. വലിയ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനം വരുന്നത് 9-ാം സ്ഥാനത്തുള്ള നോർത്തംബ്രിയ NHS ട്രസ്റ്റാണ്. റാങ്കിങ്ങിൽ പേരെടുത്ത് പറയുന്നത് അപമാനിക്കില്ലെന്നും ട്രസ്റ്റുകളുടെ അവരുടെ പട്ടികയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്നതിന് വെല്ലുവിളി നേരിടുന്ന മേഖലകൾ തിരിച്ചറിയുന്നതിനും വേണ്ടിയിട്ടെന്നാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. കിങ്സ് ഫണ്ട് തിങ്ക് ടാങ്കിലെ വിശകലന വിദഗ്ധയായ ഡാനിയൽ ജെഫ്രീസ് പറയുന്നത് ഈ പോയിന്റ് സിസ്റ്റം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് സംശയാസ്പദമാണെന്നാണ്. അവർ പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ നല്ലതോ ചീത്തയോ എന്ന് വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ചില ഡിപ്പാർട്ട്മെന്റുകൾ വളരെ നല്ലോണം പ്രവർത്തിക്കുന്നതും എന്നാൽ മറ്റു ചില ഡിപ്പാർട്ട്മെന്റുകൾ വളരെ മോശമായി പ്രവർത്തിക്കുന്നവയുമായിരിക്കും എന്നുള്ളതാണ് ഇതിന് ആധാരമായി അവർ പറയുന്നത്. കൂടാതെ തന്നെ 10 ഹോസ്പിറ്റലുകൾ നടത്തുന്ന മാഞ്ചസ്റ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റ് പോലെയുള്ള വലിയ ട്രസ്റ്റുകൾ ഈ പോയിന്റ് ടേബിളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് 71-ാം സ്ഥാനത്താണ്. അതിനെയും അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇത്രയധികം ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു NHS ട്രസ്റ്റിന്റെ വ്യാപ്തി അളക്കുന്നതിന് ഈ ടേബിൾ മതിയാകില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ സ്ഥാനം ഏതാണെന്ന് കമന്റ് ചെയ്യുക.